ದೇವರ ಮೇಲೆ ಮೂತ್ರ ಮಾಡಿದ್ರೂ ತಪ್ಪಲ್ಲ. ಮೂತ್ರ ವಿಸರ್ಜನೆ ಮಾಡಿದ್ದಾರಂತೆ ಅನಂತಮೂರ್ತಿ. ವಿವಾದಾತ್ಮಕ ವಿಷಯ ಬಹಿರಂಗಪಡಿಸಿದ ಕಲಬುರ್ಗಿ ದೇವರ ಅಸ್ತಿತ್ವದ ಬಗ್ಗೆ ಹಗುರವಾದ ಮಾತು ಸರಿನಾ? ಇದೇ ಹೊತ್ತಿನ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮ ಓ ಮೈ ಗಾಡ್. ചോദ്യം ഇങ്ങനെ: മനുഷ്യപ്രകൃതിയെക്കുറിച്ച് അറിവില്ലാത്തവർ എങ്ങനെ യുക്തിപൂർവമായി ചിന്തിക്കും? പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണവും അപൂർണത്തിൽ നിന്ന് അപൂർണവും ലഭിക്കും. അപൂർണം പൂർണ്ണമായ അറിവ് ചുരുത്തുകയില്ല, മറിച്ച് അപൂർണത്തിൽ നിന്ന് കറക്കുന്ന അറിവുകൾ വികലമായിരിക്കും. അപൂർണവും വികലവുമായ അറിവുകൾ വെച്ചു പുലർത്തുന്നവരെ യുക്തിവാദികളെന്നോ പണ്ഡിതന്മാരെന്നോ ബുദ്ധിജീവികളെന്നോ കണക്കാക്കുവാൻ സാധിക്കുമോ? കൽബുർഗിയുടെ വധം ഒരു പ്രത്യാഘാതമായിരുന്നു. 1000 വർഷങ്ങൾക്കുമേൽ ഭാരതീയ സംസ്കാരം നേരിട്ടുകൊണ്ടിരുന്ന കൊടിയ ആഘാതങ്ങൾക്കുള്ള ഒരു ചെറിയ പ്രത്യാഘാതമായിരുന്നു കൽബുർഗി വധം. കൽബുർഗി വധവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ കെട്ടടങ്ങാതിരിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ മാലോകരുടെ ശ്രദ്ധയിൽ പതിയട്ടെ. അസഹിഷ്ണുത ആരോപിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ഭാരതീയരെ പ്രതിക്കൂട്ടിൽ നിർത്തിയവരുടെ അസഹിഷ്ണുത വെളിച്ചത്ത് വരട്ടെ. 4000 വർഷങ്ങളോളം പഴക്കമുള്ള സംഘടിത അസഹിഷ്ണുതയെക്കുറിച്ച് ലോകർ ചിന്തിക്കട്ടെ. ഏകദേശം 4000 വർഷങ്ങളായി ലോകത്തിലെ ഇതര ഭാഗങ്ങളിലെ മനുഷ്യ സമൂഹം തുടർന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ കടന്നുകയറ്റങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് കൽബുർഗി വധം നിമിത്തമാകട്ടെ. അതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾക്ക് പുറമെ ഒരു കൊടിയ ദുഃഖഭാരം കൂടി പഴയ നിയമം എന്ന വെറും നിയമപുസ്തകത്തിന്റെ രൂപത്തിൽ മനുഷ്യരാശിമേൽ പതിച്ചു. കാലത്തിന്റെ കളി എന്നല്ലാതെ എന്തു പറയുവാൻ? ലൈംഗിക ബന്ധം പോലെ സ്വാഭാവികമായ ഒരു മനുഷ്യകർമ്മം നിയമപരമായി നടത്തുമ്പോൾ കൂടി അത് പാപമാണെന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ ഉൾഭയവും കുറ്റബോധവും വരുത്തി തീർക്കുവാൻ ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ കാരണമായി. കൂടാതെ മറ്റു വിശ്വാസ സംഹിതകൾ പിന്തുടരുന്ന ഇതര സമൂഹങ്ങൾ ചെകുത്താന്റെ സന്തതികളാണെന്നും അക്കാരണത്താൽ സദാചാരബോധം തീണ്ടിയിട്ടില്ലാത്ത നികൃഷ്ടജീവികളാണെന്നും അതിനാൽ അവരുടെ മേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച് തങ്ങൾ നൽകുന്ന ചിന്താ പദ്ധതികളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ അടിമകളാക്കി ചൂഷണം ചെയ്യാമെന്നുള്ള സാധ്യതയ്ക്കും ഈ പുസ്തകത്തിലെ ആശയങ്ങൾ വഴിവെച്ചു. ഇതെല്ലാം ഭാരതീയമായ മൂല്യങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ആധുനിക സമൂഹം യുക്തിവാദിയും പുരോഗമനവാദിയുമായി അംഗീകരിക്കുന്ന കൽബുർഗിയും അദ്ദേഹത്തെ പോലുള്ള മറ്റുള്ളവരും പാശ്ചാത്യ നാഗരികതയിൽ ഭ്രമിച്ച് ഭാരതീയ സംസ്കാരത്തോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. പാശ്ചാത്യ നാഗരികതയുടെ ആശയ അടിത്തറ സെമിറ്റിക് മതങ്ങളിൽ നിന്ന് കടമെടുത്തുകയാണെന്ന് മന്ദബുദ്ധികളായ ഈ യുക്തിവാദികൾ ചിന്തിക്കുവാനിടയില്ല. അത്തരം വികലമായ ആശയങ്ങൾ തന്റെ ആത്മനാശത്തിന് കാരണമായേക്കാമെന്ന് കൽബുർഗി മുൻകൂട്ടി കണ്ടിരിക്കുവാനും സാധ്യതയില്ല. ഈ മുഖവുര കൽബുർഗി വധത്തിലേക്ക് നയിച്ച സംഭവ പരമ്പരകളുടെയും അവയെ ബന്ധിപ്പിക്കുന്ന ആശയങ്ങളുടെയും ഒരു നേർത്ത വിവരണമാണ്. ഇനി വീഡിയോ ക്ലിപ്പുകൾ കാണുക. ನಾವು ಹಬ್ಬಿಸ್ಬಿಟ್ಟಿರ್ತೀವಿ. ಅನಂತಮೂರ್ತಿ ಒಂದು ಕಡೆ ಬರೀತಾರೆ, ತಮ್ಮ ಹಳ್ಳಿ ಒಳಗ ಇಂಥ ಒಂದು ಮರದ ಕೆಳಗೆ ಒಂದು ಕಲ್ಲು ಇತ್ತಂತೆ. ಅದು ಒಂದು ಭೂತ, ಬಹಳ ಪ್ರಸಿದ್ಧವಾದ ಭೂತ. ಇದು ಕಾಡಬಲ್ಲದು, ಇದು ಕಾಯಬಲ್ಲದು ಅಂತೆ ಊರೊಳಗೆಲ್ಲ ಪ್ರಚಾರ ಇತ್ತಂತೆ. ಇವರು ಒಂದು ದಿವಸ ರಾತ್ರಿ ಗುಪ್ತವಾಗಿ ಹೋಗಿ ಅದ್ರ ಮೇಲೆ ಉಚ್ಚಿ ಒಯ್ದು ಬಂದಿರುತ್ತೆ. ಅದ್ರ ಮೇಲೆ ಸಿದ್ದೇ ಶಬ್ದ ಬಳಸ್ತಾರೋ, ನಾನು ಉಚ್ಚಿ ಒಯ್ದು ಬಂದಿನೋ ಅಂತ. ಉಚ್ಚಿ ಒಯ್ದು ಬಂದ ಬಳಿಕ 2 ದಿವಸ ನನಗೂ ಭಯ ಇತ್ತು, ಏನು ಕಾಡ್ತಾನೋ ಅಂತ. ಇದೇನೂ ಕಾಡಲಿಲ್ಲ, ಇದಕ್ಕೆ ಕಾಡೋ ಶಕ್ತಿನೂ ಇಲ್ಲ, ಇದಕ್ಕೆ ಕಾಯೋ ಶಕ್ತಿನೂ ಇಲ್ಲ ಅಂತ ನನಗೆ ಖಾತ್ರಿ ಆಯಿತು ಅಂತ ಅವರು ಬರೀತಾರೆ ಒಂದು ಕಡೆ. ಇದರ್ಥ ನಾವೇನು കന്നഡ ഭാഷയിലുള്ള ഓഡിയോ പൂർണ്ണമായും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും മൂർത്തിമത്തായ ഭാരതീയ ദൈവിക സങ്കല്പങ്ങൾ, അതായത് വിഗ്രഹങ്ങൾ മനുഷ്യമൂത്രം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനെ പറ്റിയാണ് കൽബുർഗി സംസാരിച്ചതെന്ന് ഊഹിച്ച് അറിയുവാൻ സാധിക്കും. ನೀವು ಈ ವೇದಿಕೆ ಮುಖಾಂತರ ಕಲಬುರ್ಗಿ ಮೇಷ್ಟ್ರು ಜನಗಳಿಗೆ ಏನ್ ಹೇಳಕ್ ಬಯಸ್ತಾರೆ ಕೊನೆಯದಾಗಿ? ಲಾಸ್ಟ್ ಅಂತಂದ್ರೆ ನಾ ಇಲ್ಲಿ ಇವತ್ತೊಂದು ಸ್ಟೇಟ್ಮೆಂಟ್ ಕೊಟ್ಟಿನಿ. ಸ್ಟೇಟ್ಮೆಂಟ್ ಬಿಟ್ಬಿಡ್ರಿ. ಕೇಳಿ, ಅನಂತಮೂರ್ತಿಯವರ ಬರವಣಿಗೆಯನ್ನು ಸಭೆಯ ಗಮನಕ್ಕೆ ತಂದಿರುವೇನೇ ಹೊರತು, ಅವರ ಬರವಣಿಗೆಯನ್ನು ಸಭೆಯ ಗಮನಕ್ಕೆ ತಂದಿರುವೇನೇ ಹೊರತು, ದೇವರನ್ನು ನಂಬುವ ಆಸ್ತಿಕನಾಗಿರುವ ನಾನು ಇಂಥ ಮೂತ್ರ ವಿಸರ್ಜನದಂತಹ ಪ್ರಯೋಗಗಳನ್ನು ಒಪ್ಪುವುದಿಲ್ಲವೆಂದು ಈಗಲೂ സാർവജനികರಿಗೆ സ്പഷ്ടപ്പെടുത്തിದ್ದೇನೆ. തനിക്കെതിരെയുള്ള പ്രക്ഷോഭണത്തെ തണുപ്പിക്കുവാൻ കൽബുർഗി തന്റെ നിലപാടിനെ വിശദീകരിച്ച് മാപ്പ് പറയുകയാണെന്ന് തോന്നുന്നു ഈ രണ്ടാമത്തെ ക്ലിപ്പിൽ. Look at what Sri M.M. Kalburgi has said on June 2014. You should urinate on the idols. This is Dr. Kalburgi never said that he would urinate on an image or he urinated on the image of God. No, he was just quoting what the Mr. Anandamurthy had written. No. He was quoting you are Anandamurthy and saying I had gone the same path. He was arguing for an anti-superstition bill and insulting the whole Hindu faith. But I have thoroughly read. You are Anantmurthy as well as Professor Kalburgi also. That if you see that the quote which Ishwar was telling my fellow panelist, I have also gone through that quote, and it's rightly he has mentioned in his Kannada writing that if you urinate
on any idol, be it Madhuresh Shivling Kumar, or- don't keep repeating that point, please. You made your point. Why won't you want to keep repeating that? No, it's So not why do you that. want to Please, keep let me- repeating that ad nauseum? If it's an I know offensive you comment, don't you make your allow. point. I know you don't allow. Then how can I put No, my but you are, explanation? you make that point I'm not again and repeating. again I'm about not it. repeating. Is there a- I'm not repeating. If let a me statement come, is let me hurtful, come you down. want to Let me repeat come it down. again and again on I television. know Monday. Madhuresh I have Kumar, not to respond to completed, you. I know. No, I but have one not second. completed. I appreciate your knowledge of Sanskrit and your you usage know, of I that really- quote, but I Indira really Tiwari, agree. but Indira I really Tiwari, but agree Indira, that now but you Indira don't Tiwari, allow but me Indira to put Tiwari, my hear me tonight. explanation. Hear me. ശരിക്കും കൽബുർഗി പറഞ്ഞതും ഉദ്ദേശിച്ചതും എന്താണെന്ന് മൂന്നാമത്തെ ക്ലിപ്പിൽ രാഹുൽ ഈശ്വരും ഡോക്ടർ ഇന്ദിര തിവാരിയും വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വിവരങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തയ്യാറായി വന്ന ഇന്ദിരയെ വിശദീകരിക്കുന്നതിൽ നിന്ന് മാധ്യമ അവതാരകൻ അർണോൾഡ് ഗോസ്വാമി തടുക്കുകയും ചെയ്തു. കൽബുർഗി ഒരു മനുഷ്യസ്നേഹിയോ വിശുദ്ധനോ ഒന്നും അല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് മനുഷ്യരെ അനുതാപപൂർവമായി അഥവാ കരുണാപരമായി ദർശിക്കുവാൻ സാധ്യമല്ലെന്ന് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യ പ്രകൃതത്തെ പറ്റി തുച്ഛമായ അറിവ് പുലർത്തുന്നവർക്ക് വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. മറിച്ച് പക്ഷാപാതപരമായി മാത്രമേ അത്തരക്കാർക്ക് മനുഷ്യ സമൂഹത്തെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് സാധാരണക്കാരായ എല്ലാ മനുഷ്യരുടെയും കഥയാണെന്ന് കരുതാം. മനുഷ്യപ്രകൃതി മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കൽബുർഗി എങ്ങനെ ഒരു യുക്തിവാദിയാകും? എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. An idol does not excite any feeling of veneration in me, but I think that idol worship is part of human nature. We hanker after symbolism. ഗാന്ധിജി പറഞ്ഞ ഈ വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രസക്തമായ വാചകം ഇതാണ്. But I think that idol worship is part of human nature. ഗാന്ധിജിയുടെ ഈ വാചകങ്ങളിൽ നിന്നും കൽബുർഗിക്ക് മനുഷ്യപ്രകൃതിയെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകം രാഷ്ട്രത്തിൽ നടക്കുന്ന മറ്റേതൊരു കൊലപാതകത്തെ പോലെ കരുതിയാൽ മതി. മനുഷ്യത്വം എന്തെന്നറിയാത്ത മന്ദബുദ്ധികളുടെ കൊലപാതകങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അത് തങ്ങളുടെ വർഗത്തിൽപ്പെട്ടവനാണെന്ന് സ്വയം വരുത്തി തീർത്ത് കാക്കകളെ പോലെ പെരുമാറുകയും വിവിധ സർക്കാരുകൾ നൽകിയ ബഹുമതി പത്രങ്ങൾ തിരികെ നൽകിയ സാഹിത്യകാരന്മാരുടെ ബുദ്ധിയെയും അറിവിനെയും പ്രതിഭയെയും പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ഭേദം. കൂടാതെ ഇവരുടെയെല്ലാം നിലവാരം പൊതുസമൂഹത്തിന് ഒരു തരത്തിലും ഗുണകരമല്ലെന്ന് കൂടി മനസ്സിലാക്കാം. ഇനി കൽബുർഗിയുടെ വധം ഉയർത്തിക്കാട്ടി ഭാരതീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ആചാരങ്ങളെയും മൊത്തത്തിൽ എഴുത്തിക്കാട്ടുവാൻ ശ്രമിച്ചവരോടുള്ള ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ആൾക്കൂട്ടം വ്യത്യസ്ത സംഘടനകളിലും മതങ്ങളിലും പെട്ടവരാണല്ലോ. ഇക്കൂട്ടരിൽ ഇസ്ലാം, ക്രിസ്തീയ മതവിശ്വാസികളിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ പള്ളികളിൽ അതിൽ അതിവിശുദ്ധമെന്ന് കരുതപ്പെടുന്നിടത്ത് മലമൂത്ര വിസർജനം ചെയ്ത് നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയെ നേരിൽ പരീക്ഷിച്ച് മനസ്സിലാക്കുവാൻ പരസ്യമായി പറഞ്ഞ് ജനവികാരത്തെ ഇളക്കിവിടുവാൻ ശ്രമിക്കുന്ന വ്യക്തിയോടുള്ള സമീപനം എങ്ങനെയിരിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാരണവന്മാരായ മാർക്സിന്റെയും EMSന്റെയും പ്രതിമകളിലോ ചിത്രങ്ങളിലോ പരസ്യമായി മലമൂത്ര വിസർജനം ചെയ്ത് ആ പാർട്ടിയെ പരീക്ഷിക്കാമെന്ന് വെച്ചാലോ? യുക്തിവാദികളെന്ന് സ്വയം അഭിമാനിക്കുന്നവർ വീട്ടുപടിക്കൽ മലമൂത്ര വിസർജനം ചെയ്ത് അവരുടെ വാദത്തിന്റെ അംഗീകാരത്തെയും അതിൻ പ്രകാരമുള്ള അവരുടെ ബലാബലങ്ങളെയും പരീക്ഷിക്കാമെന്ന് വെച്ചാലോ? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊലപാതകങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കുവാനല്ല, മറിച്ച് ഇത്തരം പ്രകോപനപരമായ പരസ്യ പ്രസ്താവനകൾ പുകഞ്ഞു പിന്നീടുണ്ടായേക്കാവുന്ന ക്രമസമാധാന തകർച്ചയെ വിഭാവന ചെയ്യുവാനാണ്.